നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ തരം മാർക്കറ്റ് തട്ടിപ്പാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് തട്ടിപ്പാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പാണെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ആ ഒരു തട്ടിപ്പെന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്തിട്ട് അതിനൊരു നേട്ടം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മൾ തട്ടിപ്പെന്ന് പറയാറുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇതൊരു പുതിയ തരത്തിലുള്ള പമ്പ് ആൻഡ് ഡംപ് സ്കീമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അതായത് നിയമപ്രകാരമുള്ള പമ്പ് ആൻഡ് ഡംപ്. നമ്മൾ ഇതിനു മുമ്പ് ഒട്ടനേകം മാർക്കറ്റ് തട്ടിപ്പുകളെ കുറിച്ചുള്ള സ്കാംസിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പമ്പ് ആൻഡ് ഡംപിനെ കുറിച്ച്, എത്തരത്തിലാണ് പമ്പ് ആൻഡ് ഡംപൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പല ചെറിയ ചെറിയ സ്റ്റോക്കുകളൊക്കെ ആദ്യം വലിയ വോള്യത്തിൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പല പല സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മെസ്സേജസ് വഴിയോ ഒക്കെ മൊത്തത്തിലൊരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് ഈ ഒരു പ്രത്യേക സ്റ്റോക്ക് ഇതിന് മുകളിലേക്ക് പോകുമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ഒരു പബ്ലിസിറ്റി ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും കൂടി ഓടിച്ചാടി ആ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. സ്വാഭാവികമായും അതൊരു ചെറിയൊരു കമ്പനിയും വോള്യൂം വളരെ കുറവൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ വില മുകളിലേക്ക് പോകുന്നു. അപ്പോൾ വളരെയധികം വില മുകളിലേക്ക് പോയി കഴിയുമ്പോൾ, 50% 60% മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ആദ്യം വലിയ ഒരു വോള്യത്തിൽ വാങ്ങിച്ചു വെച്ചവർ അതിൻ്റെ സെല്ലിങ് തുടങ്ങുന്നു. അതിനുശേഷം പിന്നെ അതങ്ങോട്ട് തുടർച്ചയായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പമ്പ് ആൻഡ് ഡംപ്. ആദ്യം കുറച്ച് പണം പമ്പ് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം ഡംപ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, അങ്ങനെ താഴേക്ക് പോകും. അതാണ് സാധാരണ പമ്പ് ആൻഡ് ഡംപിൽ നടക്കാറ്. ഇവ കൂടാതെ ഇല്ലാത്ത ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി പല പല സ്റ്റോക്കുകളും വാങ്ങിച്ചതായിട്ട് കാണിക്കുകയും അതിൻ്റെ അകത്ത് ലാഭം കാണിക്കുകയും അങ്ങനത്തെ ശരിക്കുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലാത്തത് കൊണ്ട് ആ ഒരു പണം പോകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ സാർവത്രികമായി വന്നു കഴിഞ്ഞപ്പോൾ പണം പിടിക്കാൻ ഏറ്റവും നല്ല സംഭവം ഇതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകളെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്നു. പക്ഷേ ഇത് നിയമപ്രകാരമായിട്ടുള്ളൊരു തട്ടിപ്പാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും വീണു പോകാറുമുണ്ട് എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ടേക്ക് ഓവർ തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ടേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മേജേഴ്സ്, അക്വിസിഷൻസ്, ടേക്ക് ഓവർ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ മറ്റൊരു കമ്പനിയോ അല്ലെങ്കിൽ ലീഗൽ എൻറ്റിറ്റിയോ വേറെ ആരെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയോ എന്തെങ്കിലും ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ ടേക്ക് ഓവർ എന്ന് പറയാറ്. ഇപ്പോൾ സെബിയുടെ ലളിതമായിട്ടുള്ള നിയമപ്രകാരം അനുസരിച്ച് ടേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേക്ക് ഓവർ നമ്മൾ അതിനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മർച്ചൻറ്റ് ബാങ്കൊക്കെ വഴി നമ്മൾ പോവുക, എന്നിട്ട് ഒരു 26% സ്റ്റേക്ക് കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ ഡോക്യുമെൻ്റ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അത് പത്രങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആ പറയുന്ന ഒരു 26% ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വില നിലവാരം അത് അതിൻ്റെ അകത്ത് പറയുന്നതിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിക്ഷേപകർ തയ്യാറാണെങ്കിൽ അത് ആ ഒരു അക്വയറർക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനി സാധാരണ രീതിയിൽ ടേക്ക് ഓവർ നടത്തുന്നവരേക്കാളും ചുരുങ്ങിയ ഒരു വിലയ്ക്ക് മാത്രമേ ഓഫർ ചെയ്യാറുള്ളൂ. 8 രൂപയ്ക്ക് നമ്മൾ എടുത്തോളാം എന്ന് പറയും. 26% മാക്സിമം ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം അല്ല, മിനിമം. സാധാരണ രീതിയിൽ അത് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണാറില്ല. പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് ഓൾറെഡി ഒരു 4-5% എങ്കിലും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ ഒരു ടേക്ക് ഓവർ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടാണ് കരുതാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ തട്ടിപ്പ് എവിടെയാണ് നിലനിൽക്കുന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് സെബിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടേക്ക് ഓവർ പ്രപ്പോസൽസ് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അടുത്തിടെ 7-ാം തീയതി, ഒക്ടോബർ 7-ാം തീയതി, 3-ാം തീയതിയും സെപ്റ്റംബർ 30-ാം തീയതിയും ഒക്കെയായിട്ട് കുറേ ടേക്ക് ഓവർ പ്രപ്പോസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫയലിങ്സ് നടന്നിട്ടുണ്ട്. അപ്പം പശുപതി ഫിൻകോർപ്പ്, പെറ്റ് പ്ലാസ്റ്റിക്, മാരുതി സെക്യൂരിറ്റീസ്, ഓക്സിജൻറ്റ ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള കമ്പനികളൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 മാസത്തെ എടുത്തു നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയുന്നൊരു കാര്യം, 99% ഈ ടേക്ക് ഓവറിന് ഉള്ള വിധേയമാകുന്ന കമ്പനികൾ എല്ലാം 15 രൂപയുടെ താഴെയുള്ളതാണ്. മിക്കവയും സെയിൽസ് എന്ന് പറയുന്നത് 80%ൻ്റെയും സെയിൽസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 2-3 വർഷങ്ങളായിട്ട് സീറോയുമാണ്. ഇതിൻ്റെ എല്ലാം മാർക്കറ്റ് ക്യാപ്പ് താരതമ്യേന വളരെ ചുരുക്കമാണ്. അതായത് ഏകദേശം 2 കോടിയുടെയും 10 കോടിയുടെയും ഇടയ്ക്ക് മാത്രം നിലനിൽക്കുന്നു. ഇതിനകത്ത് ഇപ്പോൾ പ്രതാപ് സ്നാക്സോ അല്ലെങ്കിൽ ജോൺസൺ കൺട്രോളോ അങ്ങനെയുള്ള കുറച്ച് എണ്ണം ഒഴികെ ബാക്കിയെല്ലാം പ്രമുഖമായിട്ടുള്ളതൊന്നുമല്ല. പ്രതാപ് സ്നാക്സ് ആണെങ്കിൽ ഓട്ടം ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റെടുക്കുന്നു, ജോൺസൺ കൺട്രോൾസ് ഹിറ്റാച്ചി ആണെങ്കിൽ ബോഷ് ഏറ്റെടുക്കുന്നു. അതെല്ലാം യഥാർത്ഥത്തിലുള്ളൊരു ടേക്ക് ഓവറാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് അടുത്തിടെ ഫയൽ ചെയ്തിട്ടുള്ള ഓക്സിജൻറ്റ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് നമ്മൾ എടുത്തു നോക്കാം. 30-ാം തീയതിയാണ് അതിൻ്റെ സെബിയിൽ ടേക്ക് ഓവർ ഫയലിംഗ് നടന്നത്. അന്ന് അതിൻ്റെ വില 66.5 രൂപയാണ്. ഇന്ന് അതിൻ്റെ വില 77.4 രൂപയാണ്. 14% മുകളിലേക്ക് പോയി. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 30-ാം തീയതി മാത്രമേ ഇത് ഫയൽ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും അതിനേക്കാളും വളരെ മുമ്പ് തന്നെ, അതായത് 19-ാം തീയതി, സെപ്റ്റംബർ 19-ാം തീയതി മുതൽ അതിനൊരു റാലി തുടങ്ങി. 48 രൂപയിൽ നിന്നും 30-ാം തീയതി എത്തിയപ്പോഴത്തേനും 66 രൂപയോളം എത്തി. അപ്പോൾ ഈ ഒരു ടേക്ക് ഓവർ ഫയലിംഗ് നടത്തുന്നതിന് മുമ്പ് തന്നെ അറിയേണ്ടവരെല്ലാം അറിഞ്ഞിരുന്നു, പമ്പിങ് നടന്നു തുടങ്ങി എന്ന് അർത്ഥം. സാധാരണ രീതിയിൽ ഈ ടേക്ക് ഓവർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സാധാരണ നിക്ഷേപകർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു തോന്നലാണ്, ഓൾറെഡി സീറോ സെയിൽസ് ഇരിക്കുന്ന ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ നന്നാക്കി കളയാമെന്നും ഇപ്പോൾ ചില്ലറ പൈസയ്ക്ക് ഇരിക്കുന്ന 2, 3, 10 രൂപയ്ക്ക് ഇരിക്കുന്നതൊക്കെ നന്നായി കഴിഞ്ഞാൽ എന്തായാലും അത് 50 രൂപയും 100 രൂപയിലേക്കൊക്കെ എത്തുമെന്നുള്ളൊരു തോന്നലാണ്. അത് പ്രകാരം വീണ്ടും പമ്പിങ് തുടങ്ങുന്നു. അങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഇതിപ്പോൾ അടുത്ത കാലത്തായതുകൊണ്ട് ഇപ്പോഴും പമ്പിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് കാലം മുമ്പ് ഫയൽ ചെയ്തിട്ടുള്ള ടേക്ക് ഓവർ ഫയലിങ്സ് എടുത്ത് നോക്കാം. ഉദാഹരണമായിട്ട് പാരഗൺ ഫിനാൻസ് ലിമിറ്റഡ്, അത് ജൂലൈ 26-ാം തീയതിയാണ് ടേക്ക് ഓവർ ഫയലിംഗ് നടത്തിയത്. അന്ന് അതിൻ്റെ വില 67 രൂപ 45 പൈസയാണ്. ഇന്ന് അതിൻ്റെ വില 57 രൂപ 25 പൈസയേ ഉള്ളൂ. അതായത് ഏകദേശം 15% താഴെ നിൽക്കുന്നു. നമ്മളിതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നോക്കാം. പ്രൈസ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, 26 ജൂലൈയിൽ 67 രൂപ ഇരുന്നത്, ഇതിൻ്റെ റാലി തുടങ്ങുന്നത് 11 ജൂലൈ മുതലുണ്ട്. അന്ന് അതിന് 51 രൂപ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഏകദേശം 20% ഉയർന്ന് ഫയലിംഗ് നടക്കുന്ന ദിവസം പോയി. അതിനുശേഷം അത് കുതിച്ചുയർന്ന് 94-95 രൂപയിലേക്ക് എത്തി. അതിനുശേഷം ഇവിടെ ഒരു ഡംപിംഗ് ആണ് നടന്നത്. തിരിച്ച് താഴേക്കെത്തി 94 രൂപയിൽ നിന്നും 58 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു. അതായത് ഇതൊരു ടിപ്പിക്കൽ പമ്പ് ആൻഡ് ഡംപ് തന്നെയാണ്. ആകെയുള്ളൊരു വ്യത്യാസം, സോഷ്യൽ മീഡിയ വഴി പബ്ലിസിറ്റി കൊടുക്കുന്നു എന്നതിന് പകരം സെബിയിൽ തന്നെ ഒരു ടേക്ക് ഓവർ ഫയലിംഗ് നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു നമ്മൾ കാണിക്കണമെന്ന് നമ്മൾ പല ന്യൂസ് ഏജൻസിയിലും മീഡിയയിലും ന്യൂസ് പേപ്പറിൻ്റെ അകത്തൊക്കെ കാണും, ഇന്ന കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നു, ഇന്ന കമ്പനി നന്നായി കളയാൻ പോകുന്നു, ഇതുവരെ യാതൊരു സെയിൽസും ഇല്ലായിരുന്ന കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനം റൈറ്റപ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾ നാട്ടിലുണ്ട്. ഇങ്ങനത്തെ ഒരു ടേക്ക് ഓവർ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാവരും ആ ഒരു കമ്പനീനെ ആൾക്കാരുടെ മുകളിൽ ഈ പോലെ പൊതിയുന്നു, എല്ലാവരും ഓടിക്കൂടി വാങ്ങിക്കുന്നു. ഉദാഹരണമായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ജൂലൈ 26-ാം തീയതി ഫയലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് പത്രങ്ങളിലൊക്കെ വരുന്നു, അതോടുകൂടി എല്ലാവരും ഓടിച്ചാടി വാങ്ങിക്കുന്നു. അങ്ങനെ ഇത് 98 രൂപയിലേക്ക് എത്തുന്നു, ഏകദേശം 50%-ലേറെ എത്തുന്നു. അതോടുകൂടി എക്വയർ 52 രൂപയിൽ വാങ്ങിച്ചയാൾക്ക് ഏകദേശം 10-90% അടുത്ത് കിട്ടിയ സന്തോഷത്തിൽ അവിടുന്ന് സെല്ലിങ് തുടങ്ങുന്നു. കുറച്ച് സെല്ലിങ് തുടങ്ങിയാൽ ബാക്കി എല്ലാവരും കയ്യിലുള്ളവർ സെല്ല് ചെയ്തോളൂ, അങ്ങനെ താഴോട്ട് പോകുന്നു. ഇതിൻ്റെ അകത്ത് ദിവസം ലോവർ സർക്യൂട്ടിലായതുകൊണ്ട് മിക്കവർക്കും സെല്ല് ചെയ്യാൻ കഴിയുകയില്ല. ആദ്യം സെല്ല് ചെയ്ത എക്വയർക്ക് മാത്രമേ സെല്ല് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ അക്വിസിഷൻ അല്ലെങ്കിൽ ടേക്ക് ഓവർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, അതിനുള്ള നിയമങ്ങളൊക്കെ വളരെ ലിബറലാണ് ഇവിടെ. ഇത് നിയമപ്രകാരം നടത്തുന്ന ഒരു ലൂട്ടിംഗ് ആയിട്ട്, നിയമപ്രകാരം നടത്തുന്ന ഒരു കൊള്ളയായിട്ട് മാത്രമേ കരുതാൻ കഴിയുള്ളൂ. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് ഞാനൊരു റൈറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ സെബിക്ക് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിന് അന്വേഷിക്കുകയാണെന്നും ഒരു ഫ്രെയിം വർക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുള്ള റിപ്ലൈ അല്ലാതെ അതിനുശേഷം മറ്റൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും ഈ ഒരു സംഭവം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. മാസത്തിൽ ഏകദേശം 10 മുതൽ 15 വരെ ടേക്ക് ഓവറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അർച്ചന സോഫ്റ്റ്വെയർ എന്നോ മറ്റോ പേരുള്ള കമ്പനിയായിരുന്നു നമ്മുടെ പോപ്പീസ് കെയർ എന്ന് പറയുന്ന കമ്പനി. നമ്മുടെ കേരളത്തിലുള്ള കമ്പനിയാണത്. ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. കുട്ടികളുടെ പ്രോഡക്റ്റ്സ് ഒക്കെ സെല് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന കമ്പനിയാണ്. അവർ ഈ അർച്ചന സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കമ്പനീനെ ഏറ്റെടുത്തു, അത് പോപ്പീസ് കെയർ ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ ബാലൻസ് ഷീറ്റും ബുക്സും ഒക്കെ നന്നാവും, മുകളിലേക്ക് പോകും. അത്തരത്തിലുള്ള ജെനുവിനായിട്ടും നല്ല രീതിയിലുമുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും 90% ഈ ഒരു ടേക്ക് ഓവർ കഥകളുമായിട്ട് വരുന്നത് പമ്പ് ആൻഡ് ഡംപിൻ്റെ പുതിയ കാല ടെക്നിക്കുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ 2 തവണ ആലോചിക്കുക, അതിനുശേഷം ആ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കുക. കാരണം ആ സ്റ്റോക്ക് നന്നാകുകയാണെങ്കിൽ സ്റ്റോക്ക് ഓടിപ്പോകുന്നൊന്നുമില്ല. കുറച്ച് നന്നായി കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ ഫണ്ടമെൻ്റൽസും ബിസിനസ് മോഡലും നല്ലതാണെങ്കിൽ അത് വീണ്ടും മുകളിലേക്ക് പോകും. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.